എപ്പോഴും ഡി എമ്മിൽ ഒന്ന് ചോദിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എങ്ങനെ നിനക്ക് ഡിഫറെൻ്റ് ആയിരിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ എങ്ങനെ നിനക്ക് ബാക്കിയുള്ളവരെക്കാട്ടി അടിപൊളിയായിട്ട് ഇരിക്കാൻ കഴിയുന്നു, പ്രൊഡക്ടിവിറ്റി ആയിട്ട് ഇരിക്കാൻ കഴിയുന്നു എന്ന് ചോദിക്കുന്ന ഒറ്റ റീപ്ലൈ ഞാൻ കൊടുക്കലുള്ളൂ. ഒരിക്കലും നമ്മൾ സർക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഐ മീൻ ഫ്രണ്ട് സർക്കിൾ. കോളേജ് പഠിക്കുമ്പോഴാണെങ്കിലും സ്കൂൾ പഠിക്കുമ്പോഴാണെങ്കിലും എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ ഒരു റിലേഷൻഷിപ്പിലായി, അവൻ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യണം, അങ്ങനെ ഒരു സംഭവമില്ല. നമ്മളെ ക്യാരക്ടർ സ്ഥാപനം എന്ന് പറഞ്ഞ് എൻ്റെ ക്യാരക്ടറിൽ ആൽക്കഹോൾ പാടില്ല, ഇത് പാടില്ല എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. സോ നമ്മളെ ജീവിതത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വേണം, എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ നമ്മൾ ചെയ്യണ്ട എന്നുള്ളത്. അതെന്നെ മതി ഒരു പേഴ്സണിനെ യൂണീക്കാക്കാൻ. ഞാൻ പഠിച്ച കോളേജിലും ഞാൻ പഠിച്ച സ്കൂളിലും എൻ്റെ പേര് അധികമാർക്കും അറിയാം. മേ ബി ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും, പക്ഷെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് എന്താ വെച്ചാൽ കുറേ ഹേറ്റേഴ്സ് ഉണ്ടാകും. അധികം ആൾക്കാരൊന്നും നമ്മൾ ഇഷ്ടപ്പെടില്ല ഉറപ്പായിട്ടും. കാരണം ഈ ഫ്രണ്ട് സർക്കിൾ പോലെ നമ്മളായാൽ നമുക്ക് ഫ്രണ്ട്സ് കൂടും, പക്ഷേ ലൈഫിൽ എവിടെ എത്തൂല. അപ്പോൾ ഏതൊരു പോയിന്റ് എത്തുമ്പോൾ സ്റ്റെക്കായിട്ട് തോന്നും, എന്താ അടുത്ത് ചെയ്യേണ്ടതെന്നറിയില്ല. സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ ആവണം എന്നുണ്ടെങ്കിൽ സർക്കിളിന് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. ലൈഫിൽ തന്നെ എല്ലാം ഡിപ്പെൻഡ് എടുത്ത് ഒഴിവാക്കുക. ഓരോന്നും സ്റ്റെപ്പ് ബൈ ഓരോ ഡിപ്പെൻഡ് ഒഴിവാക്കുക. അവസാനം മണി എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡാണ്, അതുകൂടി ഒഴിവാക്കിയാൽ ദെൻ ഡൺ. ആ ടൈമിന് നീ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവും. വർക്ക് ഹാർഡ് ആൻഡ് സ്മാർട്ട്, because money is not happiness, but money gives you the space to find happiness.